ലൗ കാനാ ബിഫളായിൻ, ഇമാമും മഅ്മൂമും ഓഡിറ്റോറിയത്തിലാണെങ്കിലോ രണ്ടും മൗഖൂഫായതല്ല. ഇന്നെന്താ എങ്ങനെ തുടരൽ? ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുമെന്നല്ല, ഫർദ് കിഫായ വീടാൻ വേണ്ടിയും. അതുപോലെ ജമാഅത്ത് സാധിക്കാകാൻ വേണ്ടി ഫളീലത്ത് കിട്ടൂലല്ല. ഫളീലത്ത് കിട്ടണ്ടെങ്കിൽ പല ഷർത്തും ഇല്ലേ, പക്ഷെ തുടർച്ച ശരിയാകണ്ടേ. ഹലോ കാനാബി ഫളായി വിശാലമായ ഹാൾ. നിസ്കാരം നോക്ക്, ഹാളിൽ വെച്ച് അല്ലെങ്കിൽ മദ്രസയിൽ വെച്ച് കോളേജിൽ വെച്ച നമസ്കാരം നടക്കുന്നു, മൈതാനത്ത് വെച്ച്. അതുപോലെ വകമാലോ വകഫഅഹദുഹുമ, ഒരാൾ നിന്നു ബിസത്തിഹി അട്ടത്ത്, വല്ലാഖറു ബിസത്തിഹി. പക്ഷേ ആടെ ഒന്ന് സൂക്ഷിക്കണേ, തുടർന്ന് നടക്കുമ്പോൾ വീട് മാറി. ഇസ്തിമ്രാറുൽ മുർമുർ സാധ്യമാകണോ? രണ്ട് കെട്ടിടാൻ അവിടെ ശ്രദ്ധിക്കാനുള്ള എന്താ? ഈ വാർപ്പിന്റെ മേലെ നിന്ന് മറ്റേ വാർപ്പിന്റെ മേലെയുള്ള ഇമാമിനെയാണ് തുടരുന്നത്. തുടർന്ന് നടക്കാൻ അവിടെ എന്തെങ്കിലും വേണ്ടേ? പാലോ വാർപ്പോ എന്തെങ്കിലും വേണോ? തുടർന്ന് നടക്കുമ്പോൾ ഇടയിൽ ഉൾമാൻ താഴേക്ക് പോകുമോ? പറ്റൂലല്ല. രണ്ടിന്റെ ഇടയിലെ റോഡുണ്ട്, ലോറിയും ബസ്സും ട്രക്കും എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. നീളമുള്ള റോഡുമ്മലായിരിക്കും. എന്തായാലും ഉണ്ട്. പള്ളി എന്ന് പറഞ്ഞത് ഇവിടെ ഇല്ല. എന്നാൽ അവിടുത്തെ ഡിമാൻഡ് എന്താ? ഇമാമിന്റെയോ മഅ്മൂമിന്റെയും ഇടയിൽ 3 മുളയല്ല 300, 138 മീറ്റർ. ഇമാമിന്റെ മടമ്പ് മുതൽക്ക് മഅ്മൂമിന്റെ പൊസിഷൻ വരെ അളക്കണം. 138 മീറ്ററിനേക്കാണ് ലെവലേഷമേറാൻ പറ്റോ? ിലെത്തി മുമ്പത്തെ ദിറായല്ല പറയുന്നത് 46 സെന്റിമീറ്റർ എന്നറിയപ്പെടുന്നുണ്ടല്ലോ സ്കൈലിൽ. അതാണ് മൊയ്ത്തതിലെത്തായത്. അതായത് 300 മുളത്തിനേക്കാണ് ഒരാളും പിന്നൊരാളും അകന്നാൽ രണ്ടാളും ഒന്നിച്ചുണ്ട് എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ പോലും പിഴക്കും. ഇവനും അവനും തമ്മിൽ 300 ദിറായിനേക്കാണ് ഏറിയിട്ടുണ്ടെങ്കിൽ രണ്ടാളും ഒന്നിച്ചാണുള്ളത് എന്ന് പറയാൻ പറ്റില്ല. മക്കാനിൽ ഇജ്തിമാ വേണ്ടേ? പതിവ് രണ്ടാളെയും എണ്ണുന്നു. എന്തായിട്ട്? മുജ്തമിഅൈനി, ഒരുമിച്ച് കൂടിയതായിട്ട്, ഒരുമിച്ച് കൂടിയവരായിട്ട്. ഫീ ഹാദാ 300 മുഴത്തിനെ കാണാൻ ഏറിയിട്ടില്ലെങ്കിൽ 300 പറ്റും. 300-ൽ താഴെ എന്നല്ല അവസ്ഥ. 300 പലേ പറ്റും. 300-നേക്കാണ് ഏറിയാലോ ദൂനമാ സാദ അലൈഹി, 300 മുളത്തിനേക്കാണ് 300 മുളത്തിനേക്കാണ് കൂടുതലുണ്ടെങ്കിൽ ഒരുമിച്ച് കൂടിയതായിട്ടുണ്ടോ? തഖരീബൻ എണ്ണൂലേ എന്നുള്ളിടത്തല്ല തഖരീബൻ. മസലക്കേത്താ തഖരീബൻ, മസലക്കേത്താന്ന് തഖരീബൻ. എന്താ ഈ 300 മുളം എന്ന് പറഞ്ഞത്? എന്താണ്? വളരെ കൃത്യമാണ്. പോലും 1 സെന്റിമീറ്റർ 1/2 സെന്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പറ്റോ? പറ്റും എന്നല്ലേ പറഞ്ഞു. തഖരീബൻ എന്നല്ലേ പറഞ്ഞു.
കൃത്യമായ അളവ് ശറയിൽ വന്നിട്ടില്ല. വഖീല തഹദീദൻ, ഒരു ഖൗലെന്തുണ്ട്, ഒരു അഭിപ്രായം എന്തുണ്ട്, തഹദീദാണ്, കൃത്യം, അത് വഴി പിഴച്ച ഖൗലാണ്. അത് ഹീലയാണെന്ന് മാത്രമല്ല ഗലത്താണെന്ന് പോലും പറയപ്പെട്ടു. അങ്ങനെ തീരുമാനം ഇസ്ലാമിലുണ്ടാവോ? എല്ലാം പരി എത്ര വ്യത്യാസം പറ്റും എന്നതനുസരിച്ച് വളരെയധികമല്ലാത്തത് ഏറുന്നതിന് പ്രയാസമില്ല, വളരെയേറിയ കട്ടം. അത് സിയാദത്തുൻ ഗൈറു മുത്തഫാഹിഷ എന്ന് പറഞ്ഞാൽ മൂന്ന് മുഴം, ഒരു മീറ്റർ 38 സെന്റിമീറ്റർ, 3 മുഴം കൂടെ ഏറാം. എങ്ങനെയും 3 വരെ എടുത്തുകൂടാ. അത് തഫ്സീറാണ്. 2 അല്ലെങ്കിൽ 2.25, 2.25 കണ്ടാ. ചില ആൾക്കാർ ഒമാക്കാറബഹ എന്ന് പറഞ്ഞാൽ 5 കാറെല്ലാം പറ്റും, അങ്ങനെയല്ല. ഒമാക്കാറബഹ എന്താണ്? അത് രണ്ടുപേരും തന്നെയാണ്. അപ്പൊ എങ്ങനെയായാലും 3 വരെ ഏറൽ അനുവദിക്കപ്പെടും. അപ്പൊ 303. അപ്പോൾ 1 മീറ്റർ 38 സെന്റിമീറ്റർ അതിൻ്റെ കൂടെ കൂട്ടണം, അതും പൊറുക്കും. അതിനെ കണക്ക് പൊറുക്കൂല, കീലനുസരിച്ച് തീരെ പൊറുക്കൂല. ഇത്രേ വർക്കുള്ളൂ അത്രേ വർക്കുള്ളൂ നിങ്ങളിവിടെ പറഞ്ഞില്ലേ. ആ കണ്ടുപിടുത്തത്തിന് ചോദ്യം ചെയ്യപ്പെട്ടു. എന്താ? 2 കൊല്ലത്ത് വെള്ളത്തെ പറ്റി സംസാരിച്ചെടുത്ത് തഖ്രീബൻ. 2 കൊല്ലത്തെ വെള്ളം എന്ന് പറഞ്ഞത് തഖ്രീബാണ്. ബഗ്ദാദിയ 500 റാത്തൽ എന്ന് പറഞ്ഞില്ലേ, അവിടെ ലം യഗ്തഫിറു ഇല്ലാ നഖ്സരിത്ലൈനി. 498 അല്ലാണ്ട് 497 മതിയാകും എന്നവിടെ പറഞ്ഞ. അവിടെ 2 കൊല്ലത്തിനേക്കാണ് കുറയാൻ പാടില്ല എന്നാണ് ഇടേറുന്നേ. അപ്പൊ അവിടെ കുറയുന്ന അവസ്ഥയിൽ എത്ര കുറയാനേ അവർ അനുവദിച്ചിട്ടുള്ളൂ. നജസ് വീണാൽ നജസാവാതിരിക്കാൻ വേണ്ടി 500 പറഞ്ഞല്ലോ. ബഗ്ദാദിയ 500 റാത്തൽ. അവിടെ അവർ മാപ്പ് ചെയ്ത എത്ര? 2 ലിറ്ററിൽ 3 കുറഞ്ഞു പോയാൽ അത് വെള്ളം ഫസാദാവൂലേ? 3 കോറ് മാപ്പ് ചെയ്തോ? 500 വേണം എന്ന് പറഞ്ഞെടുത്ത് 497 മുക്കാലായി എടുത്തോറ് മാപ്പ് ചെയ്തോ? അക്കണക്കിന് ഇവിടെ എന്താ കണ്ടി? തീരെ മാപ്പ ഇതിനപ്പുറം ഏതോടുകൂടി നിങ്ങളെ മസലയില് ദൂരം കൂടുന്നിടത്ത് സിയാദത്ത് മസല, വെള്ളത്തിൻ്റെ അടുത്തോ നെക്സ്റ്റ് മസല. വ്യത്യാസം പറയപ്പെടും. മുഴത്തിനേക്കാണ് വളരെ കറക്റ്റാണ്. ഏത്? വസിന്. വെള്ളത്തിൻ്റെ അടുത്ത് വസിനല്ലേ പറഞ്ഞത്. അവർ കൃത്യത പാലിച്ചു. അവിടെ വല്ലാതെ തമാശ പറ്റൂല. വസിന് എന്ന് പറഞ്ഞാൽ പൊതുവെ അക്യുറസി ഉള്ളതാണ്, കൃത്യത ഉള്ളതാണ്. അതുകൊണ്ട് വല്ലാത്ത തമാശ അവിടെ പറ്റൂല. വസിന് പറ്റോ? ഇല്ല. മദിനിനോട് ചേർന്നത് അതന്നെയാണ്. കൂടാതെ ചിന്താഗതി വ്യത്യാസമുണ്ട്.
ചിന്താഗതിയിൽ മാറ്റമുണ്ട്. എന്താ ചിന്താഗതിയിൽ എന്ത്? ഇത് ഹുവ സമ്മ വെള്ളത്തിന്റെ മസലയിൽ താസുറുൽമായി വെള്ളത്തിന് അസർ സിദ്ധിക്കലാണ് ബിൽ വാഖീഫി. അതായത് എങ്ങനെയെങ്കിലും 2 കൊല്ലത്ത് ഒത്തു കിട്ടിയാൽ അവിടെ നജസ് വീണാൽ ഫലം ചെയ്യൂല. വേദമിഹി എന്ന് പറഞ്ഞത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അസർ ചെയ്യും. നജാസത്ത് അതിൽ വീണാൽ അസർ ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ലേ അടുത്ത ചർച്ച. ആ താസുറുൽമായി എന്ന് പറഞ്ഞത് എപ്പോഴാണ്? അതെപ്പോ 2 കൊല്ലത്തിൽ കുറഞ്ഞാൽ അതമോ ബഹുന നമ്മളുടെ മസലയിലോ താസുറുൽമായി ബിൽ വാഖീഫി അല്ലേ? ആ താസുറുൽമായി അതെ അദമുഹു എന്നവർ അല്ലേ? ഇത് ഹുവ സമ്മ താസുറുൽമായി ബിൽ വാഖീഫി അല്ല വാഖീനോ ബിൽ വാഖീഫി അല്ലേ? ഇവിടുത്തെ മസലയിലോ നമ്മളെ മസലയിൽ പർവത്ത് നിൽക്കുന്ന മസല അല്ല. ഇതെല്ലാം ആളെല്ലാം ചോദിക്കുന്നത് നമ്മളുടെ മുറ്റത്ത് കീട്ട് ആയിട്ടീന്ന് തുടരാൻ പറ്റുമോ എന്നുള്ള മസല അറിയണോ? അത് ഇന്ത്യക്കാലത്ത് അറിയുമെങ്കിൽ പറ്റുമെന്നാണ് റബാഹിബിന് അത്താബിന് അബി റബാഹ സമർത്ഥിച്ചത്. പറ്റില്ല എന്നാണ് എല്ലാ മദ്ഹബുകാരും പറയും. കാരണം 2 നാടായിപ്പോയി ഇന്ന്. നമ്മളെ മസാല എന്ന് പറഞ്ഞാൽ എന്താ മസാല? അദ്വഹലിൽ ഉർഫി സാധാരണക്കാർ എണ്ണലാണ്. ലഹുമ ഇമാമിനെയും മുജിത്തമിയൈനി അതെവിടെ കൂടുതലേറാതെടുത്ത് 300-നേക്കാണ് മാപ്പ് കൊടുത്തെടുത്താ പറയും. ഇജ്തിമാഇന്റെ സാധ്യത ഇനിയും ഉണ്ടോ? എവിടെ 300-ന്റെ അടുത്തല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 300-നേക്കാണ് ഏറിയെടുത്ത്. അപ്പൊ എന്താ അത് ഭയങ്കര മുജിത്തമിയായി. അപ്പൊ ഇവിടെ ഇങ്ങനെയാ കണക്കൂട്ടാൻ കഴിയും. അതായത് 3 ഏറിയാലും പ്രശ്നമൊന്നുമില്ല, ഉചിതമിയായിട്ട് കാണുന്നുണ്ട്. 300-ന്റെ അതേ വിധി തന്നെയാണ്. 303-ന് 304-ന് ഇല്ല. അതുകൊണ്ട് ഫലാജാമ്യ ബന്ധമില്ല. ഫൈനൽ മസലത്തൈ വെള്ളത്തിന്റെ മസലയും ജമാഅത്തിന്റെ മസലയും തമ്മിൽ എന്തില്ല. ഇനി സഫുണ്ടെങ്കിലോ ഒരു ഇമാമ് നിന്ന് പിന്നിൽ സഫുണ്ട് എന്നാ ഡിസ്റ്റൻസ് എങ്ങനെയാ അളക്കല്? അളക്കുന്ന കൈഫിയത്ത് ആഴ്ചയിൽ നമസ്കരിക്കുന്ന ഇമാമിനെ നമുക്ക് ഇടുന്ന് തുടരാൻ വയ്യുണ്ട്. ഒരു സഫ് ഇടയിൽ നിന്ന് കെട്ടാം. 300 മുളത്തിനേക്കാണ് ഏറാണ്ട്. എന്നിട്ട് അവരുടെ കാലം വന്ന് 300 മുളത്തിനേക്കാണ് ഏറാതെ രൂപത്തിൽ ഞമ്മ നിന്നാൽ നമുക്ക് പറ്റൂ. ടോട്ടൽ നോക്കിയാൽ കുറേ 600 അതായിക്കോട്ട് കേട്ടാ. ഐ വഖഫ ഖൽഫൽ ഇമാമി ശഖ്സാനി ഇമാമിന്റെ പിന്നിൽ 2 ആൾ നിന്നു. ഔ സ്വഫാനി അല്ലെങ്കിൽ 2 ആൾ നിന്നു എന്ന് പറഞ്ഞാൽ 2 ആൾ ഇമാമിന്റെ പിന്നിൽ അല്ലെങ്കിൽ 2 സഫ് മുത്തറത്തിബാനി ഫറാഹു അവിടെ നിന്നു. ഔ യമീനി ഔ യസാരി അവർക്ക് തുടരാനുള്ള വയ്യായില്ലേ? എന്നാൽ മസാഫത്തുൽ മദ്കൂറത്തു ഈ പറയപ്പെട്ട മസാഫത്ത് പരിഗണിക്കപ്പെടേണ്ടത് ബൈന ശഖ്സി അബി സഫി അൽ-അഖീരി അസ്-സഫി അബി ശഖ്സിൽ അവ്വലി. ഒരാൾ 2 ആൾ നിന്ന കേസ് ഉണ്ടാവൂലേ? അവിടെ അളവെടുക്കേണ്ടത് എവിടുന്ന? ഓന്റെ അധികാരം ഉപയോഗിച്ച് ഇമാമിന്റെ പിന്നിൽ നിന്ന് ഇമാമിനെ തുടരുന്നുണ്ട്. അപ്പൊ എനിക്ക് ശരിയായില്ലേ? ഓനിക്ക് 300-നേക്കാണ് ഏറെന്നല്ലേ? ജമാഅത്തിന്റെ കൂലി വേണമെങ്കിൽ അടുത്ത് നിന്നോട്ട്. നമ്മൾ ഈ ശഖ്സിനെ അല്ലെങ്കിൽ ഈ സഫിനെ മദാറാക്കി. കുറേ സഫ് ഉണ്ടെങ്കിൽ അവസാനത്തെ സഫ്
അവരെല്ലാം ജമാഅത്തിന്റെ ഉടമയല്ലേ? അപ്പൊ എന്താവും? അവസാനത്തെ സഫ് മുതൽക്ക് കൂട്ടണം. അവസാനത്തെ വ്യക്തി മുതൽക്കും അളവെടുത്താൽ മതി. അപ്പോൾ വളരെ ദൂരത്തുള്ളവർക്ക് ഏത് സ്വഹിയാക്കിയെടുക്കാൻ മസലയായി. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാ? ഇമാമിന്റെ പിന്നിൽ ഒരു സഫ് കെട്ടായിരുന്നു, അത് ഇഷ്ടം പോലെ ദൂരം എടുത്തിട്ട് 300 മുളത്തിനെ കാണാൻ കൂടാണ്ട്, എന്നിട്ട് അടുത്ത സഫുകാർക്ക് ഡിസ്റ്റൻസ് ഇനി അധികം കിട്ടും. കാരണം ഇമാമിലേക്കുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ 300 മുളം എന്നല്ല മസല. അങ്ങനെയാണെങ്കിൽ മസ്ജിദുൽ ഹറാമിലെല്ലാം കഴിയോ? 22 കിലോമീറ്റർ ഏക്കിലെത്തുന്നു സഫ്. 300 മുളയല്ല 10,000 മുള ആകുന്നില്ല അവിടെ. അപ്പൊ എങ്ങനെയാ അളവെടുക്കല്? ആ മസ്ജിദുൽ ഹറാമിലുണ്ടല്ലോ ഏതെല്ലോ ആസ്പത്രിയിലുള്ള ആളെല്ലാം തുടരുന്നുണ്ട്. എങ്ങനെയാ അളവെടുത്തത്? സഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിലാകുമ്പോ പിന്നെ പള്ളിയിലെ അളവ് വേറെയുണ്ട്. പള്ളിന്റെ പുറത്തുനിന്ന് നടക്കാൻ തുടങ്ങും. എന്നിട്ട് ആ സഫ് ഉണ്ടല്ലോ, സഫിലേക്ക് അളവെടുത്തിട്ട് ആ സഫിന്റെ ശേഷം ഇനിയും 300 മുളം കുറേ കിട്ടും. തിരിഞ്ഞില്ലേ? അതെ, സഫ് മുതൽക്ക് സഫുൽ അവലിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഷഖ്സ്, ഇന്നത്തെ ഷഖ്സ് എന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അളവെടുക്കേണ്ടത് തർത്തീബിലാക്ക്. ബൈന ഷഖ്സി അവി സഫിൽ അഖീരി വസ്സഫി അവി ഷഖ്സിൽ അവലി. ഇനി ഫൈൻ തഅദ്ദത്തിൽ അസ്ഖാസ് അവി സുഫൂഫ്. കുറേ ആള് കുറേ സഫ് ഉണ്ടെങ്കിലോ ആ അവിടെ നോക്കേണ്ടതെന്നാൽ ഷഖ്സും ഷഖ്സും തമ്മിൽ അളവെടുത്തോ, അല്ലെ സഫും സഫും തമ്മിൽ. വൈൻ ബലഗ മാ ബൈനൽ അഖീരി വൽ ഇമാമി ഫറാസിഖ. അവസാനം നിൽക്കുന്ന സഫിന്റെ ഇടയിൽ അല്ലെങ്കിൽ വ്യക്തിന്റെ ഇടയിലും ഇമാമിന്റെ ഇടയിലും എത്രയോ മൈൽസ് ഉണ്ട്. പ്രശ്നാവോ? പക്ഷേ ഇടയിൽ നിൽക്കുന്ന ആളെല്ലാം തുടരൽ ജായിസാക്കിയിട്ട് നിൽക്കണം. അങ്ങനത്തെ ആളെ ഉണ്ടാവും. ആരെങ്കിലും ഇടയിൽ നിന്ന് 300-നേക്കാണ് ഏറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോ അടിസ്ഥാനാക്കാൻ പറ്റില്ല. അങ്ങനെ തകരാറുണ്ട്. ഓരോ സഫ് നിൽക്കുന്നതും ജമാഅത്ത് ജായിസാകുന്ന കോലത്തിലാണ്. എന്നിട്ട് 300 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കൂലേ? അപ്പോൾ ഇവിടുന്ന് തന്നെ തിരുവനന്തപുരത്തുള്ള ആളെ നമുക്ക് തുറന്നൂടെ? ഇങ്ങനെ സഫ് ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ടെങ്കിൽ ഇല്ലേ? ഏത് രണ്ടാമത്തെ സഫ് മുതൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആക്കൽ ഇവർ ഉദ്ദേശിക്കുന്നത് 10 കുറച്ച് 310 അതെ ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ തലക്കുന്ന അങ്ങനെ എടുക്കേണ്ടി വരും. ഈ സഫുകാരെ മണ്ണൊന്നുമില്ലല്ലോ, രണ്ടാമത്തെ സഫ് നോക്കണം. നോക്കേണ്ടി വരും. അപ്പൊ ഇനി 10 കുറച്ചാൽ മതി. പക്ഷെ ഈ സഫുകാരെ നമ്മൾ സഫായിട്ടുണ്ടെന്നില്ല, നമുക്ക് മീറ്റർ അളക്കാൻ ഇടുന്നേ കഴിയൂ. ഇവരെ നമ്മ നത്തിങ് ആയിട്ടല്ലേ കൂട്ടുന്നത്. മനസ്സിലായില്ലേ? വിശക്തി അയ്യും കിലോ മുത്താമത്തു. പക്ഷെ വേക്കിലോടിക്ക് ഇമാമിന്റെ ഇന്ത്യക്കാരത്ത് അറിയണ്ടേ അവിടെ എന്താ നടക്കുന്നത്? അല്ലെങ്കിൽ സഫിനെ കാണലി അല്ലെങ്കിൽ മുബല്ലിങ്ങിന്റെ ശബ്ദം ഇന്ത്യക്കാലത്ത് അറിയാനുള്ള സംവിധാനം വേണം. കിലോമീറ്റർ കൂടിയിട്ട് ഇന്ത്യക്കാലത്ത് അറിയുന്നില്ലേ? ഇല്ല, അവിടെ എന്തെല്ലോ നടക്കുന്നുണ്ട് പോലും. അത് മതിയാവോ? ഇല്ല. ഈ മസലയിൽ തുല്യമാണ് അൽ ഫദാഉൽ മംലൂക്കു. ആരെങ്കിലും വില കൊടുത്ത് വാങ്ങിയത് അല്ലെങ്കിൽ സദഖ കിട്ടിയതായ പറമ്പ്, അതും കണക്കന്നെ. വൽ വഖഫ്, പള്ളിയല്ല വഖഫാക്കിയ പറമ്പ്, അതിന് എന്തെങ്കിലും പൊരുത്തം അധികം ഉണ്ടാ. വൽ മവാത്തു, ഉടനെ നാഥനില്ലാത്ത പറമ്പ് കേട്ട്. വൽ മുബഅദു الذي بعضه ملك وبعضه وقف ومثله ما بعضه ملك أو وقف وبعضه مواطن سواء في ذلك المسقف كله أو بعضه وبعضه. ഈ മസലയിൽ കണക്കാണ് മേൽക്കൂര ഉണ്ടോ ഇല്ലയോ. 3 മസല. മേൽക്കൂര പരിപൂർണമായി ഉള്ളത്, ഷട്ടർ ഉള്ളത്, അതും കണക്കന്നെ. കുറേ ഒന്നുമില്ലാത്തതല്ല, കുറച്ച് മേൽക്കൂരുണ്ട്, കുറച്ചില്ല, ഇനിയൊന്നും കൂടെ ഉണ്ട്, തീരെ എല്ലാം കണക്കന്നെ. കുട്ടാവണി ആകാശത്തിന്റെ താഴെ
ഈ കൈകെട്ടുന്നു അതും കണക്കന്നെ. ആടെ ഒന്നും ഒരു വ്യത്യാസം നമുക്കില്ല. വക്കീല വക്കീല എന്താണ് മംലൂക്കി, മംലൂക്കാക്കി കിട്ടിയ സ്ഥലമാണ് ഈ ഓഡിറ്റോറിയം. വില കെട്ടിയിട്ടോ തലക്ക് കിട്ടിയിട്ടോ വഖഫല്ല. എന്നാൽ അൽ ഇത്തിസാലു, ഇത്തിസാല് ഷർത്താണ്. എവിടെ പറഞ്ഞ് ഇത്തിസാല്? അഭിനയത്തിൽ, അഭിനയത്തിൽ പറയപ്പെട്ടതുപോലെ അഭിനയത്തിൽ ഒരു ഇത്തിസാല് പറയുന്നുണ്ട് കുറച്ചപ്പുറത്ത്. ആ രൂപത്തിലുള്ള ഒരു ഇത്തിസാല് വേണം പറയാക്കിയിട്ടുണ്ട് മംലൂക്കാകുമ്പോൾ. ഇന്നില്ലേ വക്കീല യുസ്തറത്തു ഫിൽ മംലൂക്കി അൽ ഇത്തിസാലു ഇവിടെ പറഞ്ഞില്ലേ? അവിടെ ഇത്തിസാല് വേണം. കല്ലഭിനയത്തിൽ, അഭിനയത്തിൽ ഇത്തിസാല് ഷർത്താക്കിയതുപോലെ. ഷർത്താക്കിയവരും ആക്കാത്തവരെല്ലാം ഉണ്ട്. അല്ല, അവിടെ ഇത്തിസാല് പ്രത്യേക പറഞ്ഞു. എന്താന്ന് ഇത്തിസാല് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് ഒരാൾ വന്ന് നിൽക്കണം, മറ്റേതിൻ്റെ അറ്റത്ത് ഒരാൾ വന്ന് നിൽക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇത്തിസാല്. പിന്നെ എന്തായാലും വലാ യദുറു അയാ